Hi everyone, Business Buzzന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് മീഷോയിൽ ആഡ്സ് റൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഒന്ന് മീഷോയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് എല്ലാം മീഷോയിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് മീഷോയിൽ നമ്മുടെ പ്രൊഡക്ട്സിന് ഓർഡേഴ്സ് ലഭിച്ചു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. മറ്റേത് പ്ലാറ്റ്ഫോംസിലെയും പോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് കാറ്റലോഗോ അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം ലിസ്റ്റ് ചെയ്തുകൊണ്ട് മീഷോയിൽ നമുക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള റീച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴും എല്ലാ പ്ലാറ്റ്ഫോംസും റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരമാവധി പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം പ്രൊഡക്റ്റ് കാറ്റലോഗ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു റീച്ച് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നോ മീഷോയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെല്ലേഴ്സിൻ്റെ അടുത്തുനിന്നോ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് ലഭിക്കുകയുള്ളൂ. മീഷോയുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ റീസെല്ലേഴ്സിന് മാർജിൻ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലോണം ഓർഡേഴ്സ് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ പ്രൊഡക്ട്സിന് വ്യക്തമായിട്ടൊരു MRP ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു MRP നിങ്ങൾ കാണിക്കുക. മീഷോ കാറ്റലോഗിലും അതേ MRP തന്നെ ആയിട്ടുണ്ടായിരിക്കണം. അതല്ലാതെ റീസെല്ലേഴ്സിന് വേണ്ടി നിങ്ങൾ മീഷോ പ്രൈസ് സെറ്റ് ചെയ്യില്ലേ, ആ പ്രൈസ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഓർഡർ അയക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ റീസെല്ലേഴ്സും അവർ മാർജിൻ ആഡ് ചെയ്യുന്നത് അവരുടെ കസ്റ്റമേഴ്സിനെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഒരു റീസെല്ലർ 25 രൂപയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മാർജിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് റീസെല്ലർ അവരുടെ കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 200 രൂപയായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിന് മാർജിൻ ഇടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങൾ ഓർഡറിൻ്റെ കൂട്ടത്തിൽ അയച്ചിട്ടുള്ളത് 250 ആണെന്ന് വിചാരിക്കുക. റീസെല്ലർ കസ്റ്റമറെ ചാർജ് ചെയ്തിട്ടുള്ളത് 350 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ഒരു ഓർഡർ ഫൈനലായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുമ്പോൾ അവർ അതിൻ്റെ പ്രൈസ് കാണുന്നത് 250 ആണ്. അപ്പോൾ റീസെല്ലറിന് ചോദ്യം ചെയ്യും എന്തുകൊണ്ടാണ് ഇത് 350 ചാർജ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും അവരത് റിട്ടേണിന് കൊടുക്കും. മീഷോയിൽ ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റിട്ടേൺസ് ആണ്. കാരണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വൈസ് നിങ്ങൾ ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ മീഷോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മീഷോയിൽ കമ്മീഷൻ ചാർജസ് ഇല്ല, ഷിപ്പിംഗ് ചാർജസ് ആയിട്ടൊന്നും സപ്ലയറിൻ്റെ അടുത്തൊന്നും ഈടാക്കുന്നില്ല. പക്ഷേ റിട്ടേൺ ചാർജസ് ഭയങ്കര ഹൈ ആണ്. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെനാൽറ്റി ഹൈ ആണ്. ഒരുവിധപ്പെട്ട എല്ലാ പെനാൽറ്റീസും മീഷോയിൽ കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. അപ്പോൾ 0% കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ പരമാവധി നമ്മുടെ പ്രൊഡക്ട്സിന് കംപ്ലയിൻറ്റ്സ് വരാത്ത രീതിയിൽ വേണം ഡിസ്പാച്ച് ചെയ്യാനായിട്ട്. മാത്രമല്ല ലാസ്റ്റ് വീഡിയോയുടെ പിൻഡ് കമൻ്റായിട്ട് ഞാൻ വെച്ചതുപോലെ തന്നെ മീഷോ എന്ന് നിങ്ങളുടെ ഓർഡറിൻ്റെ എവിടെയും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കാൻ പാടില്ല. റീസെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അല്ലാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഒരു പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് തന്നെ മീഷോ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കുകയാണ്, മെൻഷൻ ചെയ്യുകയാണ് എന്നാണെങ്കിൽ അത് പെനാൽറ്റി അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ആഡ് റൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആഡ്സ് റൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീഷോ ആഡ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് വായിച്ചറിയാനായിട്ട് പറ്റും. ആഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. Monday to Saturday 10 AM to 7 PM ആണ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരില്ല. കാരണം മീഷോയിൽ ആഡ് റൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ശരിയായ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ റീസെല്ലേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ്സ് എത്തിച്ച് നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് മീഷോ ആഡ്സ് റൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഇൻ പെർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റിന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ഈ ഒരു ആഡ് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിനി മീഷോയിൽ എങ്ങനെയാണ്, മീഷോ ആപ്പിൽ എങ്ങനെയാണ് നമ്മളൊരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യപ്പെടുക എന്നുള്ളതൊന്ന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ മൊബൈലിൽ മീഷോ ആപ്പിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു കാറ്റലോഗ് റാൻഡമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആഡ് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്നും ഒരു ലൈറ്റ് ഗ്രേയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ റീസെല്ലേഴ്സിനായാലും കസ്റ്റമേഴ്സിനായാലും അത് അവരറിയാതെ തന്നെ ആ ഒരു ആഡ് വർക്ക് ആവുകയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിക്ക് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടോപ്പിൽ വരുന്നു. അങ്ങനെയാണ് അത് കൂടുതൽ
വിസിബിലിറ്റി നേടുന്നതും നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റുന്നതും. ഇനി എങ്ങനെയാണ് മീഷോ ആഡ്സ് വർക്ക് ആവുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കാറ്റലോഗ്സ്, ഏതൊക്കെ പ്രൊഡക്റ്റ് കാറ്റലോഗാണ് നമുക്ക് ആഡ് റൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളാണ് മീഷോയിൽ ഒരു ആഡ് റൺ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടി മീഷോയിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് റൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കാറ്റലോഗ്സിനാണ് ആഡ് റൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കൊരു എമൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അഡ്വർടൈസിങ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര എമൗണ്ട് ആണോ അഡ്വർടൈസ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ആ എമൗണ്ട് മീഷോ പേ ഔട്ടിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ സെയിൽസ് വരുന്നതിനനുസരിച്ചിട്ട് മീഷോയാണ് നമുക്ക് എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അഡ്വർടൈസിങ് ക്യാമ്പയിന് നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്, എത്രയെങ്കിലും എമൗണ്ട് അഡ്വർടൈസ്മെൻറ്റിനായിട്ട് സ്പെൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കത് ബാങ്കിലേക്ക് അയക്കുന്നത്. മീഷോയിൽ നിങ്ങൾക്ക് ആഡ് സെറ്റ് ചെയ്യുമ്പോൾ എത്രാം തീയതി, ഏത് സമയം തൊട്ട് ഏത് തീയതി വരെയാണ് നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം സെലക്ട് ചെയ്യാനുള്ള, അതായത് ഡേറ്റും ടൈമും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ആഡ് ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാമ്പയിന് ഒരു നെയിം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്യാമ്പയിന് റൺ ചെയ്യുന്നത് സ്കാർഫ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സ്കാർഫ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെലക്ട് കാറ്റലോഗ്സ് ഫോർ ക്യാമ്പയിൻ്റെ താഴെയായിട്ട് വ്യൂ റേറ്റ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്കായിട്ട് എത്രയാണ് CPC വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു കാറ്റഗറി ഗ്രൂപ്പ് ഏതാണ് വരുന്നത്, വ്യൂമൻ ഫാഷൻ ആണ് വരുന്നത്. കാറ്റഗറി വരുന്നത് സ്കാർഫ്സ്, സ്റ്റോൾസ് ആൻഡ് ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ്. ഇതിൻ്റെ കോസ്റ്റ് പെർ ക്ലിക്ക്, അതായത് കസ്റ്റമറിൻ്റെ ഒരു ക്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 0.06 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആഡ് പലർക്കും ഡിസ്പ്ലേ ചെയ്യപ്പെടും. അവരെല്ലാവരും ഒന്നും അത് ക്ലിക്ക് ചെയ്തോളണമെന്നില്ല. ഒരു കസ്റ്റമർ അത് ക്ലിക്ക് ചെയ്തോന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് മീഷോ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6 പൈസയാണ്. ഇനി ഇവിടെ നമുക്ക് കാറ്റലോഗ്സ് സെലക്ട് ചെയ്യാം. ഏത് കാറ്റലോഗിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആഡ് റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കാറ്റലോഗ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ പെർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ആക്റ്റീവ് ആക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റും ഇവിടെ കാണുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മാത്രം കാണിക്കുന്നത്. ഏതൊക്കെ പ്രൊഡക്റ്റ് കാറ്റലോഗ് നിങ്ങൾക്ക് ആഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം സബ്മിറ്റ് കാറ്റലോഗ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. ഒരു ക്യാമ്പയിനിൽ നിങ്ങൾക്ക് പരമാവധി 10 കാറ്റലോഗ്സ് വരെ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ആ ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്യാമ്പയിൻ ബഡ്ജറ്റാണ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആഡ് റൺ ചെയ്യാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മീഷോയിൽ ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടും ആഡ്സ് റൺ ചെയ്യാവുന്നതാണ്. ഒരു ദിവസം ആഡ് റൺ ചെയ്യുന്നതിനായിട്ട് ചുരുങ്ങിയത് നിങ്ങൾക്ക് 300 രൂപയുടെ ബഡ്ജറ്റെങ്കിലും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കാറ്റലോഗിന് ആഡ് റൺ ചെയ്യുന്നതിനാണ് ഡെയിലി ബഡ്ജറ്റ് 300 രൂപയെങ്കിലും ചുരുങ്ങിയത് വേണമെന്ന് പറയുന്നത്. 300 രൂപയേക്കാൾ ചെറിയൊരു എമൗണ്ടാണ് നമ്മളിവിടെ അടിച്ചതെന്നുണ്ടെങ്കിൽ ഒരു എററായിരിക്കും നമുക്ക് കാണാം. ഇനി ഡെയിലി ഇത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ടോട്ടൽ ഒരു ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെയിലിക്ക് പകരം നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ടോട്ടൽ ബഡ്ജറ്റ് ചുരുങ്ങിയത് ഒരു കാറ്റലോഗിന് 500 രൂപയെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ട്. ഡെയിലി ബഡ്ജറ്റും ടോട്ടൽ ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ സെലക്ട് ചെയ്തു 300 രൂപ അടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം ക്യാമ്പയിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് ഒരു ഡേറ്റ് കൊടുത്തു. അതിനുശേഷം ആ ഡേറ്റിന് ഒരു 2 ദിവസത്തിന് ശേഷം, അതായത് ടോട്ടൽ 3 ദിവസത്തിനായിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം 300 രൂപ എന്ന രീതിക്ക് 900 രൂപയായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് ആഡ്സ് റൺ ചെയ്യുന്നതിനായിട്ട് ചാർജ് ചെയ്യപ്പെടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാറ്റലോഗിന് വേണ്ടിയിട്ട് ഒരു ദിവസം 300 രൂപയുടെ ആഡ് നിങ്ങൾക്കായിട്ട് മീഷോ റൺ ചെയ്യുന്നതാണ്. ടോട്ടൽ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് നിങ്ങളൊരു സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, എൻഡ് ഡേറ്റ് കൊടുത്തു. ആ ദിവസത്തിനിടയ്ക്ക് നിങ്ങളുടെ ഈ ഒരു 500 രൂപ കംപ്ലീറ്റ് ആവുന്നത് വരെ ആഡ് റൺ ചെയ്യപ്പെടും. അങ്ങനെയാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് 1000 രൂപ 2000 രൂപ എന്നൊക്കെ കാണാം. അതവർ റെക്കമെൻഡ് ചെയ്യുന്ന എമൗണ്ടുകളാണ്. അത്ര എമൗണ്ടിന് തന്നെ ആഡ് റൺ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല.
അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി ക്യാമ്പയിൻ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാം. എത്രാം തീയതി ഏത് സമയം തൊട്ടിട്ടാണ് നമ്മുടെ ആഡ് സ്റ്റാർട്ട് ആവേണ്ടതെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു കോളത്തിൽ കലണ്ടറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാം, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എത്രാം തീയതി തൊട്ടാണ് ഈ ഒരു ആഡ് സ്റ്റാർട്ട് ആവേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കഴിയുന്നത് വരെയാണ് ആഡ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ ഈ കാണുന്ന ചെക്ക് ബോക്സ് ഉണ്ടല്ലോ, അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ട് ഡേറ്റും കൊടുത്തു എൻഡ് ഡേറ്റും കൊടുത്തു എന്നുണ്ടെങ്കിൽ പോലും അത്രയും ക്ലിക്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു ബഡ്ജറ്റ് എക്സോസ്റ്റ് ആവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് കഴിയുന്നത് വരെ ആഡ് റൺ ചെയ്തോ എന്നുള്ളൊരു പെർമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് തീരുന്നത് വരെ ആഡ് റൺ ചെയ്യപ്പെടുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ എൻഡ് ഡേറ്റ് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് തീരുന്നത് വരെ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ടു സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനൽ സബ്മിറ്റിന് മുമ്പ് ഇതിൻ്റെ ഒരു സമ്മറി അവർ കാണിക്കും. അപ്പോൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. എത്രാം തീയതി ഏത് സമയം തൊട്ട് എൻഡ് ഡേറ്റ് ഏതാണ്, സമയം എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ്സ് വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. ഈ ക്യാമ്പയിൻ ഡിസ്കാർഡ് ചെയ്യണം കംപ്ലീറ്റ്ലി എന്നുണ്ടെങ്കിൽ ഡിസ്കാർഡ് ക്യാമ്പയിൻ അടിക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം ഓക്കെ ആണ്. നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാം, ക്യാമ്പയിൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ അപ്കമിങ്, അതായത് നമ്മൾ ഫ്യൂച്ചർ ടൈമിനാണ് ക്യാമ്പയിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അപ്കമിങ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ആഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആഡ് വഴി എത്ര എമൗണ്ട് സ്പെൻഡായി, ആ ഒരു ആഡ് റൺ ചെയ്യുന്നത് വഴി നമുക്ക് എത്ര എമൗണ്ട് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റി, അതായത് എത്ര രൂപയുടെ സെയിൽസ് നടന്നു എന്നുള്ളത് ഇവിടെ കാണാം. കഴിഞ്ഞ 7 ദിവസത്തിന് ആഡ് ക്ലിക്സ് വഴി നമ്മൾ നേടിയിട്ടുള്ള സെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് വഴി നമുക്ക് എത്ര ഓർഡേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇവിടെ ഓർഡേഴ്സിൽ കാണിക്കും. അതുപോലെ എത്ര പേര് അത് ക്ലിക്ക് ചെയ്തു എന്നുള്ളത് ക്ലിക്സിൽ കാണിക്കും. എത്ര പേർക്ക് അത് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു എന്നുള്ളത് വ്യൂസിൽ കാണിക്കും. ROI എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് എത്ര രൂപയുടെ ആഡ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്തു, അതിനനുസരിച്ചിട്ട് എത്ര % ഓഫ് റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ROIയിൽ കാണിക്കുന്നത്. നമുക്കിനി ജസ്റ്റ് വ്യൂ ഡീറ്റെയിൽസ് പേജ് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻസിൽ കാണാം ഒരു ടൊഗിൾ ബാർ ഉണ്ട്, അതിൽ ലൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് നമുക്ക് പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം യെസ് സ്റ്റോപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ അത് ക്യാമ്പയിൻ സ്റ്റോപ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ക്യാമ്പയിൻ സ്റ്റാറ്റസും സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.